ചോദിച്ചേട്ടാ നമസ്കാരം. നമസ്കാരം. അങ്ങനെ നമ്മുടെ നാട്ടിലെ സുഡാപ്പികളുടെ നെഞ്ചിലെ കല്ലറങ്ങുകയാണ് ചോദിച്ചേട്ടാ, കല്ലറങ്ങുകയാണ്. നമ്മുടെ നാട്ടിലെ സുഡാപ്പികൾക്ക് ആശ്വാസമായി. സംഭവം വേറൊന്നുമല്ല, ഇസ്രായേലും ഹമാസും തമ്മിൽ ഇത്രയും നാളും 15 മാസമായിട്ട് അവർ തമ്മിൽ ഫൈറ്റാണ്, ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹമാസിന്റെ ഏകദേശ കാര്യത്തിൽ ഒരു തീരുമാനമായി കഴിഞ്ഞു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോ ഇപ്പോ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ട്രംപ് വരുന്നത് പ്രമാണിച്ച് ഈ ഹമാസും ഇസ്രായേലും തമ്മിൽ വെടിനിർത്തൽ കരാറിൽ ആ, ഒരു ഒപ്പുവെക്കാൻ പോവുകയാണ്. അതിന്റെ ചർച്ചകളൊക്കെ അന്തിമഘട്ടത്തിലെത്തി എന്നുള്ളതാണ്. ഏറ്റവും വലിയ വിരോധാഭാസം എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള സുഡാപ്പികൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ബൈഡനാണ്. അയാളാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം. ഇവർ ഏറ്റവും കൂടുതൽ തെറി വിളിക്കുന്ന ട്രംപാണ്. പശ്ചിമേഷ്യയിൽ സമാധാനം കൊണ്ടുവരാൻ ഏറ്റവും കൂടുതൽ ശ്രമിക്കുന്നതാണ്. റഷ്യ യുക്രൈൻ യുദ്ധം നിർത്താനായിട്ട് ശ്രമിക്കുന്നു. അപ്പൊ ഈ ചർച്ച അന്തിമ ഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ്. ഈ അന്തിമ ഘട്ടത്തിൽ എത്തിയപ്പോഴുള്ള ഒരു തമാശ എന്ന് പറഞ്ഞാല്, നമ്മുടെ ഏതോ ഒരു സിനിമയില് മറ്റേ മുകേഷും വേറൊരാളും കൂടെ സംസാരിച്ചുകൊണ്ട് അവര് പ്രശ്നം പറഞ്ഞ് സോൾവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് മാമുക്കോയ വന്നിട്ട് അപ്പുറത്ത് നിൽക്കുന്ന ആളുടെ കരണക്കുട്ടിക്ക് ഒരു ഒറ്റ അടി കൊടുത്തിട്ട് എന്താ ബലേഷ്ട പ്രശ്നം എന്ന് ചോദിക്കും പോലെ ഈ ചർച്ച അന്തിമ ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോഴാണ് യമനിലെ ഹൂതികൾ ഒരു 10-12 റോക്കറ്റ് ഇസ്രായേലിലോട്ട് വിടുന്നത്. അങ്ങനത്തെ ഒരു പ്രശ്നം ട്രംപ് പോലും ഞെട്ടിപ്പോയി. അതായത് എങ്ങനെയെങ്കിലും ഇതൊന്ന് സോൾവ് ചെയ്ത് കൊണ്ടുവരാൻ ഒരു ശ്രമം നടത്തുമ്പോഴാണ് വേറൊരു സൈഡിൽ നിന്ന് ഇസ്രായേലിലോട്ട് ഒരു ആക്രമണം വന്നിരിക്കുന്നത്. അപ്പൊ ട്രംപ് ഒന്ന് ബാക്ക് അടിച്ചു, ഇനി ഞങ്ങൾക്കറിയില്ല, നിങ്ങളെ പാടാ എന്ന് പറയുന്നു. അങ്ങനെ 18 മെസൈൽ ഈ ഇസ്രായേല് അങ്ങോട്ടേക്ക് ഗാസ മുനമ്പിലോട്ട് വീണ്ടും അയച്ചു. ഗർഭിണികളും കുട്ടികളും അടക്കം 18 പേര് മരിച്ചു എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്, സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് അയച്ചത് എന്ന് പറയുന്നു. എങ്കിലും ഈ ചർച്ച അന്തിമഘട്ടത്തിൽ ഇപ്പോഴും എത്തിയിരിക്കുകയാണ്. പിന്നെ യമനിലെ ഹൂതികളുടെ കാര്യം അത് നിങ്ങൾ തന്നെ കൈകാര്യം ചെയ്തു കൊള്ളണം എന്ന് അമേരിക്ക ഇസ്രായേലിനോട് പറഞ്ഞിട്ടുമുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ട്രംപ് പറയുന്നതെന്ന് പറഞ്ഞാൽ ഒരു വിടുവായനാണെങ്കിൽ പോലും ട്രംപ് പറയുന്നത് കരാറൊക്കെ റെഡിയായി ഒപ്പിട്ട് യുദ്ധം നിന്ന് കഴിഞ്ഞു എന്നാണ് ട്രംപ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം 20-ാം തീയതി ട്രംപ് അധികാരത്തിലേറില്ല. അതിനു മുമ്പ് ട്രംപിന് എന്തെങ്കിലും ഒരു പഞ്ചോടുകൂടി അധികാരത്തിൽ വരാനുള്ള ഒരു ശ്രമമാണല്ലോ പുള്ളി നടത്തുന്നത്. പുള്ളി പറയുന്ന എക്സാക്ട് വാക്കെന്ന് പറഞ്ഞാൽ ഇസ്രായേലും ഹമാസും ധാരണയിൽ എത്തിക്കഴിഞ്ഞു എന്ന് പറയുന്നു. ഗാസയിലെ വെടിനിർത്തൽ കരാർ പൂർത്തിയായി. അമേരിക്കയുടെ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇങ്ങനെയാണ് പറഞ്ഞതെന്നാണ് പല ദേശീയ അന്തർദേശീയ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. അതിനിടയിൽ വേറൊരു ആശങ്കാകുലമായിട്ടുള്ള വാർത്ത വരുന്നത് ഈ യഹ്യ സിൻവാറിന് ശേഷം പുതിയ തലവൻ ഹമാസിന് വരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഒരൊറ്റ ചോദ്യം മാത്രമേ എനിക്ക് ഇതിനകത്ത് ചോദിക്കാനുള്ളൂ. ഇസ്രയേല് ബന്ദികളെ തിരിച്ചു തരാന്നൊക്കെ ഹമാസ് പറയുന്നു, ബന്ദികൾ വരുമെന്നും പറയുന്നു. ഇസ്രായേലിന് ഒരുപാട് കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. ഗാസയുടെ വടക്കൻ ഗാസ ഞങ്ങൾക്ക് വേണം, ഗാസ ഫുള്ള് ഞങ്ങൾ പെട്രോളിംഗ് നടത്തും, ഞങ്ങളുടെ ബന്ദികളെ തിരിച്ചു തരണം എന്നൊക്കെയുള്ള ഒരുപാട് നിബന്ധനകളൊക്കെ ഉണ്ട്. അതിന്റെ ഇടയിലാണ് ഈ യഹ്യ സിൻവാറിന് ശേഷം പുതിയ തലവൻ വരുന്നു എന്നൊക്കെ പറയുന്നത്. ഇതോടുകൂടി ഇതിനൊരു അവസാനമാവും. അതേ ഈ വിജയുടെ ഇടക്കിടയ്ക്ക് പറയുന്നത് പോലെ ഹമാസ് ഈ വെടിനിർത്തൽ ചോദിക്കുന്നത്, കരാറിലൊക്കെ ഒപ്പിടാന്നൊക്കെ പറയുന്നത് ഇവർക്ക് റീചാർജ് ചെയ്യാനുള്ള ഒരു സമയമാണെന്നാണ്. അതായത് അടുത്ത മറ്റേ പെരുന്നാളിന് മുമ്പ് യവന്മാര് വീണ്ടും മെസൈൽ ഇട്ട് തിരിച്ചടി വാങ്ങിച്ചു പിടിക്കാനുള്ള റീചാർജിന് വേണ്ടി സമയമാണ് യവന്മാർ എടുക്കുന്നത്. എന്താണ് തോന്നുന്നത്? അല്ല, ഇതിനകത്ത് ഇതിപ്പം ഈ ഈ ഒരു വെടിനിർത്തലിലേക്ക് എത്തേണ്ടത് മറ്റാരേക്കാളും വലിയ ആവശ്യം ട്രംപിന് തന്നെയാണ്. ഇത് നമ്മൾ പുറമേ ഉം, നോക്കുമ്പോൾ ട്രംപിന്റെ ഒരു ധീരത എന്നൊക്കെ നമുക്ക് തോന്നും. ഒന്നുമല്ല, ഇതൊരു പക്ക കച്ചവടമാണ്, ഉം, ഒരു വലിയ ബിസിനസ്സാണ്. ഉം, കാരണം ട്രംപിന്റെ കാലത്താണ് ഉം, സൗദി അറേബ്യ, ഇസ്രായേലും UAE ഒക്കെ ചേർന്നിട്ട് ഒരു കരാർ രൂപം കൊടുക്കുകയും അതുവഴി ഇവരുടെ ഫ്ലൈറ്റ് ഉം. സർവീസുകൾ അതെ. ഉൾപ്പെടെയുള്ള ഇവരുടെ ബിസിനസ് ട്രേഡിങ്ങുകളെല്ലാം നടന്നു. ആ ട്രേഡിങ് അങ്ങനെ ഉം, നല്ല രീതിയിൽ മുമ്പോട്ട് വന്നപ്പോഴാണ് ഹമാസ് ഒക്ടോബർ 7-ന് ഈ ഭീകരപ്രവർത്തനം നടത്തി അവിടെ കലക്കിക്കളഞ്ഞു. അപ്പോ ഉം, ഇപ്പോൾ ഹൂത്തികള് ഇസ്രായേലിന് നേരെ ആക്രമണം നടത്തുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, സൗദിക്കെതിരെ അവർ ആക്രമണം നടത്താറുണ്ട്, അവർ എയർപോർട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് ഇവർ മിസൈൽ ഇടാറുണ്ട്. അപ്പൊ ഇത് കലക്കുക എന്നുള്ളതേ ഉള്ളൂ ഈ ബിസിനസ്. ട്രംപിനെ സംബന്ധിച്ച് പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റ് അവരുടെ ഏറ്റവും വലിയ ഒരു ബിസിനസ് കേന്ദ്രമാണ് അമേരിക്കയെ സംബന്ധിച്ച്. അത് വീണ്ടും പുഷ്ടിപ്പെടുത്തി ഉം, കൊണ്ടിരിക്കുക, അതിന് ഇപ്പോഴത്തെ സംഘർഷം അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഈ ഹമാസ് എന്തുകൊണ്ട് ഈ വെടിനിർത്തലിലേക്ക് എത്തി എന്ന് ചോദിച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവർക്കൊരു റീചാർജിങ് ആവശ്യമാണ്. കാരണം ഇപ്പോൾ അവരുടെ ഏതാണ്ടൊക്കെ ഒരു നട്ടെല്ല് ഒടിഞ്ഞു കിടക്കുന്ന ഒരു അവസ്ഥയാണ്. ഇനി അവർക്ക് ഒന്ന് ഉം. ഉണർന്ന് എഴുന്നേറ്റ് വരാൻ അല്പം ടൈം ആവശ്യമാണ്. അതൊരു വിഷയം. അതെ. രണ്ടാമത്തെ ഒരു കാര്യം, ഇത് ഈ വെടിനിർത്തൽ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് അങ്ങനെ വലിയൊരു സന്തോഷമൊന്നും തോന്നുന്നില്ല. കാരണം ഇത് ഇന്നും ഇന്നലെ തുടങ്ങുന്ന വെടിനിർത്തലല്ല, ഇടയ്ക്കിടയ്ക്ക് ഇവര് വെടിനിർത്തും. ഇത് താൽക്കാലിക വെടിനിർത്തൽ എന്നാണ് ഇവര് പറയുന്നത്. അപ്പോ പെർമനന്റും അല്ല. അപ്പോ ഇച്ചിരി കഴിയുമ്പോൾ പിന്നെയും തുടങ്ങും. ഇത് തുടങ്ങാനും ഒരുപാട് കാരണങ്ങളുണ്ട്. നേരത്തെ ധനുഷ് സൂചിപ്പിച്ചാണ്, ഈ ഗാസ സ്ട്രിപ്പിൽ നിന്നൊക്കെ ഉള്ള ഈ ഇസ്രായേൽ സൈന്യത്തിനെ പിൻവലിക്കണം എന്നൊക്കെ ഉള്ള ഹമാസിന്റെ ഡിമാൻഡാണ്. ഈ 254 ബന്ദികളാണ് ഇസ്രായേലിന്റെ ആളുകളെ ഈ ഹമാസ് പിടിച്ചോണ്ട് പോയത്.
അതിലിപ്പോ 93 പേര് ബാക്കിയുണ്ട് എന്നൊക്കെയാണ് ഇസ്രായേൽ ഈ അടുത്ത കാലം വരെ പറഞ്ഞത്. പക്ഷെ ഇപ്പോ നമുക്ക് വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് 33 ബന്ദികളെയാണ് വിടുന്നതെന്ന് പറയുന്നു. ഉം. അപ്പൊ സ്വാഭാവികമായും ബാക്കി ബന്ദികൾ എവിടെയെന്നൊരു ചോദ്യം. അപ്പം ഇസ്രായേൽ പിന്നെയും ആക്രമിക്കാൻ ഒരു ഉം. സ്കോപ്പ് കിടപ്പുണ്ട്. ബാക്കി ബന്ദികൾ എവിടെ, അവർ കൊല്ലപ്പെട്ടോ ഇല്ലയോ, അങ്ങനെ ഒരു സാധനം അവിടെ നിൽക്കുന്നു. ഹമാസിനെ സംബന്ധിച്ചാണെങ്കിൽ ഈ രസം എന്ന് വെച്ചാൽ ഇത് ഈ യുദ്ധം ഒരിക്കലും തീരില്ല. കാരണം ഹമാസ് എന്ന് പറയുന്ന ഒരു സംഘടന രൂപീകരിച്ചത് ഇസ്രായേലിനെതിരെ പോരാടാൻ വേണ്ടി മാത്രമാണ്. യുദ്ധം തീർന്ന പിന്നെ ഹമാസിന്റെ ആവശ്യമില്ലല്ലോ. അവരാ പരിപാടിയൊക്കെ നിർത്തി വേറെ വല്ല പണിക്കും പോകുന്നതല്ലേ. ഹിസ്ബുള്ളയെ സംബന്ധിച്ച് അവർ ഇസ്രായേലിനെതിരെ പോരാടാൻ മാത്രം ജന്മം കൊടുത്തൊരു സൈന്യമാണ്. അവര് പിരിച്ചുവിടപ്പെട്ടാലോ അവര് തീർന്നാലും പിന്നെ ആ സംഘടനയുടെ ആശയവും നിലപാടും ഇല്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ഉം. പോരാട്ടം ഇനിയും തുടരും. ഇപ്പോൾ ഉള്ളത് ഒരു ഷോർട്ട് ബ്രേക്ക് അത്രമാത്രം കരുതിയാൽ മതി. ഏതായാലും ഷോർട്ട് ബ്രേക്ക് എങ്കിലും വന്നത് നന്നായി. കാരണം ഇസ്രായേലിനെ സംബന്ധിച്ച് അവർ തുടങ്ങി വെച്ച ഒരു ദൗത്യം മുൻകാലങ്ങളിലൊക്കെ 1-2 മാസം നീണ്ടു നിൽക്കുന്ന അടിയായിരുന്നെങ്കിൽ ഇപ്രാവശ്യം അവർ അങ്ങനല്ല. ചുറ്റോട് ചുറ്റും നിന്ന് അടിച്ചിട്ട് അവർക്ക് തീർക്കേണ്ടവരൊക്കെ അവർ തീർത്തു. കാരണം ഹമാസ് ഗാസ ഏതാണ്ട് പൂർണ്ണമായി അവരുടെ അണ്ടറിലേക്ക് വന്നു കഴിഞ്ഞു. ഒപ്പം തന്നെ ഹിസ്ബുള്ളയുടെ നട്ടലൊടിച്ചു എന്ന് മാത്രമല്ല തെക്കൻ ലെബനന്റെ ഏകദേശം അവരുടെ കൈപ്പിടിയിൽ ഒതുക്കി. സിറിയയിൽ ഇപ്പോൾ ഈ അധികാര കൈമാറ്റമൊക്കെ നടന്ന അവിടെ പണി നടക്കുന്ന ആ ഗ്യാപ്പിൽ അവർ കയറി ഗോലൻ കുന്ന് ഫുള്ളിങ്ങി പിടിച്ചെടുത്തു. ഇസ്രായേലിന് വേണ്ട ബോർഡറുകളെല്ലാം അവർ പിടിച്ചെടുത്തു. ഏതാണ്ട് ഇപ്പൊ അവർ നല്ല സേഫ് മോഡിൽ നിൽക്കുക. ഇപ്പൊ എല്ലാവർക്കും പ്രശ്നം തീർത്താൽ കൊള്ളാമെന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രശ്നങ്ങളൊക്കെ കോംപ്രമൈസ് ആയി. ഇനി ഇതിന്റെ പേരിൽ ആരും തമ്മിൽ തല്ലാനും പിടിക്കാനും ഒന്നും ഈ അടുത്ത കാലത്ത് പോകുന്നില്ല. അപ്പൊ ഇനി ഹൂത്തികളുടെ കാര്യമാണ്. ഹൂത്തികളുടെ കാര്യത്തിൽ ഇസ്രായേലിന് വലിയ ടെൻഷനൊന്നും ഇല്ല. കാരണം ഹൂത്തികളെ ലക്ഷ്യം വെച്ച് അമേരിക്കയുടെ ബ്രിട്ടന്റെ ഒക്കെ പടക്കപ്പലുകൾ ചെങ്കടലിൽ എത്രയോ നാളുകൊണ്ട് കിടക്കുന്നു. അവര് തീർക്കാനുള്ളതേ ഉള്ളൂ. അവർക്കത് വളരെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാനുള്ളതേ ഉള്ളൂ. പിന്നെ അങ്ങനെ ഒരു ടെൻഷൻ അവിടെ നിലനിർത്തേണ്ടത് അമേരിക്കയുടെയും കൂടെ ആവശ്യമാണ്. കാരണം ഇവരിടയ്ക്കിടയ്ക്ക് ഈ സൗദിക്കെതിരെയും മറ്റുള്ളവർക്കെതിരെയും ഒക്കെ മിസൈൽ വിട്ടാലല്ലേ അമേരിക്കയ്ക്ക് കുറച്ചുകൂടെ കയറി പിടിമുറുക്കി അവന്റെ സാധനം വിറ്റഴിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഈ എല്ലായിടത്തും പ്രശ്നം തീർന്നു കഴിഞ്ഞാൽ പിന്നെ അമേരിക്കയ്ക്ക് വലിയ റോളൊന്നും കാണത്തില്ല മിഡിൽ ഈസ്റ്റില്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ചില അക്രമകാരികൾ ഉം. വേണം. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള ടീമുകൾ നിൽക്കുക. ഇടയ്ക്കിടയ്ക്കൊക്കെ ഇവരുടെ ആക്രമണം നമുക്കറിയാം. പണ്ട് ഇറാഖിൽ നിന്ന് ഈ മിലീഷ്യകളുടെ ആക്രമണം സൗദിക്ക് ഉണ്ടായപ്പോൾ അതിന് ഒരു ശക്തമായ തിരിച്ചടി കൊടുക്കാൻ കഴിഞ്ഞത് അത് ട്രംപിന്റെ കാലത്താണ്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള സംരക്ഷകന്റെ റോളും ഉണ്ട്. ഡബിൾ റോളാണ് അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. സംരക്ഷകന്റെ റോളിൽ നിൽക്കുന്നു, ആയുധങ്ങൾ വിറ്റഴിക്കുന്നു, ആ ഒരു വകുപ്പിൽ പൈസ, ബാക്കിയുള്ള പണ്ട് തൊട്ട് അവരുടെ ബിസിനസ് മുമ്പോട്ട് പോകും. ഇതാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. ഏതായാലും നമ്മൾ വിചാരിക്കുന്ന പോലെ ട്രംപ് അധികാരത്തിൽ ഏറി കഴിഞ്ഞാല് പശ്ചിമേഷ്യ മുഴുവൻ ചുട്ട് ചാമ്പലാക്കും എന്നുള്ള ഒരു ഒരു രീതി വേണ്ട. അങ്ങനെ അല്ല, ഒരു രീതിയിലേക്ക് അദ്ദേഹം പോകാൻ ഈ യാതൊരു സാധ്യതയുമില്ല. ഈ ട്രംപിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ ഹൂതികളുടെ വിഷയം പറഞ്ഞതുകൊണ്ട് എന്റെ ഓർമ്മയിലോട്ട് വന്ന ഒരു കാര്യം ഞാൻ പറയുകയാണ്. അതായത് ഈ ട്രംപ് പക്ക കച്ചവടക്കാരനാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ട്രംപിന്റെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്ന നിലവിൽ ചൈനയാണ്. ചൈനയെ എങ്ങനെയെങ്കിലും തകർക്കുക, അതിനുശേഷം മാത്രമേ ട്രംപ് അല്ല അമേരിക്ക ഇന്ത്യയെ പോലും ശത്രുവായിട്ട് കാണുന്നുള്ളൂ. ഇന്ത്യയെ എക്കണോമിക്കലായിട്ടൊന്ന് പിടിക്കുക എന്നുള്ളത് എപ്പോഴും എല്ലാ കാലത്തും അമേരിക്കയുടെ ഒരു ആഗ്രഹം തന്നെയാണ്. പക്ഷെ നരേന്ദ്രമോദി വന്നപ്പോൾ അവർക്ക് മനസ്സിലായി കാര്യം കൈവിട്ട് പോയെന്ന്. അപ്പോൾ ഈ ചൈനയെ പിടിക്കാൻ അവർക്ക് ഒരു വലിയൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതിക്ക് ഏറ്റവും കൂടുതൽ ഈ തടസ്സം നിൽക്കുന്ന ഹൂത്തികളായിട്ടുള്ള ഈ അവിടെയുള്ള ഈ മിലീഷ്യൻ ഗ്രൂപ്പാണ്. അതായത് ഇസ്രായേലിന്റെ ബെൻ ഗൂറിയോൺ കനാൽ പ്രോജക്ട് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ബെൻ ഗൂറിയോൺ കനാൽ പ്രോജക്ട് ഇപ്പൊ സൂയിസ് കനാലിന് ബദലായിട്ട് ഇസ്രായേൽ കൊണ്ടുവരാൻ പോകുന്ന ഒരു കനാലാണ് ബെൻ ഗൂറിയോൺ കനാൽ പ്രോജക്ട് എന്ന് പറയുന്നത്. ഈ കനാല് വന്നു കഴിഞ്ഞാൽ അതിന്റെ ഏറ്റവും വലിയ തിരിച്ചടി നേരിടാൻ ചൈന. കാരണം ചൈനയുടെ ഈ ബെൽറ്റ് റോഡ് പദ്ധതിയിൽ ഈ സൂയിസ് കനാലും ഉണ്ട് എന്നുള്ളതാണ്. ഈ സൂയിസ് കനാലിന്റെ അടുത്ത് ഈ ബെൻ ഗൂറിയോൺ കനാൽ വന്നു കഴിഞ്ഞാൽ സൂയിസ് കനാലിന്റെ സാമ്പത്തികമായിട്ടും പോരാത്തതിന് സൂയിസ് കനാൽ വലിയ രീതിയിൽ തകർന്നു പോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ബെൻ ഗൂറിയൻ കനാൽ പണിയണമെങ്കിൽ ഈ ഇസ്രായേലിന് ഗാസ സ്ട്രിപ്പ് വേണം. ഗാസ സ്ട്രിപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ ബെൻ ഗൂറിയൻ അതായത് ഇസ്രായേലിനെ നടുകെ പിളർന്നുകൊണ്ടാണ് ഈ ബെൻ ഗൂറിയൻ കനാൽ പോകുന്നത് എന്നുള്ളതാണ്. അപ്പൊ ട്രംപ് ഇതിൽ വലിയൊരു താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഈ സൂയിസ് കനാലും പനാമ കനാലും ഒക്കെ പണിത ആ ഒരു കാലഘട്ടത്തിൽ അത്രയും ഒരു ഹെക്ടിക് ആയിട്ടുള്ള ഒരു വർക്കായിരുന്നെങ്കിൽ ഈ ബെൻ ഗൂറിയൻ കനാൽ അതിലും വലിയ ഹെക്ടിക് വർക്കാണ്. കാരണം ഇസ്രായേലിന്റെ നടുകെ പിളർന്നു വേണം ഈ കനാല് പണിത് ഈ ബെൻ ഗൂറിയൻ കനാല് പണിത് അപ്പുറത്തേക്ക് ഇറക്കാൻ, അപ്പുറത്തേക്ക് ടച്ച് ചെയ്യിക്കാനും എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ചൈനയുടെ ബെൽറ്റ് റോഡിന് വലിയ രീതിയിലുള്ള തിരിച്ചടി വരും എന്നുള്ളതാണ്. ഓൾറെഡി ചൈനയുടെ ബെൽറ്റ് റോഡിന് ഒരു തിരിച്ചടി നമ്മൾ പാക് അധീന കശ്മീരിൽ ഒരു പ്രക്ഷോഭം വന്നപ്പോഴും താലിബാൻ പാകിസ്ഥാൻ പ്രക്ഷോഭം വന്നപ്പോഴും ഒക്കെ ചൈന ഒന്ന് പരുകി നിൽക്കുന്നുണ്ട്. അതിന്റെ ഇടയിൽ കൂടെ ട്രംപ് ഇങ്ങനെ കൂടെ കാണിക്കുന്നുണ്ട്. അതിന്റെ ഏറ്റവും വലിയ തടസ്സം ഈ ഹൂത്തികളാണ്. കാരണം ഈ ബെൻ ഗൂറിയൻ കനാല് പണിയുന്നതിൽ അവര് ഒന്ന് മടിച്ചു നിൽക്കുന്നതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ഈ ഹൂത്തികളുടെ ഒരു മേഖലയുണ്ട്. അവിടെ ആ മേഖലയിൽ യവന്മാര് വലിയ ആക്രമണം അഴിച്ചുവിടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് ഭയന്ന്
കപ്പലുകൾ അതിനകത്തോട്ട് കയറില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ അത് വിട്, കാരണം അത് ഞങ്ങൾ നോക്കിക്കോളാം, അത് ഞങ്ങളുടെ ടെറിട്ടറിയാണ്, ഹൂത്തികളെയൊക്കെ ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം, അതൊന്നും യാതൊരു വിധ പ്രശ്നവുമില്ല, നമുക്ക് ഈ പ്രോജക്റ്റുമായിട്ട് മുന്നോട്ട് പോകാന്നാണ് പറയുന്നത്. പക്ഷെ ഇതിന് ബില്യൺ ബില്യൺ ഡോളേഴ്സ് ആണ് ഇതിന്റെ വൻ ചെലവെന്ന് പറയുന്നത്. ആ ചെലവ് എന്തായാലും ഇസ്രായേലിന് ഒറ്റക്കെടുക്കാൻ പറ്റില്ല. പക്ഷെ ഇതിന്റെ പിന്നിൽ അമേരിക്കയാണെന്നുള്ളത് പരസ്യമായിട്ടുള്ള രഹസ്യവുമാണെന്നുള്ളതാണ്. അതുകൊണ്ട് ഹൂത്തികളെ അടിച്ചൊതുക്കേണ്ട ഒരു വലിയ ഒരു ബാധ്യത അമേരിക്കയ്ക്ക് കൂടെ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അല്ല, അമേരിക്കക്ക് മാത്രമേ ഉള്ളൂ. കാരണം ഇസ്രായേലും ഉം. ഹൂത്തികളും നമ്മളെ ബിസിനസിന്റെ പരമല്ലല്ലോ. ഇസ്രായേലിനെതിരെ അവര് ലോകത്തുള്ള എല്ലാ തീവ്രവാദ സംഘടനകളിലെ ശത്രു ഇസ്രായേൽ ആയി എന്ന് മാത്രമാണ്. അപ്പം അത് ഇപ്പൊ എന്തായാലും ഈ വലിയ സേന എന്നാണ് ഹിസ്ബുള്ളയെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. അതൊരു വലിയ സൈന്യമായിരുന്നു. ഉം. ആ സൈന്യത്തെ അവർ അതെ അതെ അതെ. തീർത്തു, ഹമാസ് തീർന്നു. അപ്പൊ ഹൂത്തികളും സ്വാഭാവികമായി തീരാൻ ഉള്ളതേ ഉള്ളൂ. കാരണം ഇറാന് പഴയ കണക്ക് ഹൂത്തികളെയോ ഇല്ലെങ്കിൽ അവരുടെ പ്രോക്സികളെയോ ഒന്നും ഹെൽപ്പ് ചെയ്യാനുള്ള സാമ്പത്തികമോ ഇല്ലെങ്കിൽ ഇതില്ല. പിന്നെ ഇറാനെ കുറച്ചൊക്കെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരുന്ന റഷ്യയായിരുന്നു. അവരെങ്ങനെങ്കിലും ഇപ്പൊ ഉക്രൈൻ യുദ്ധം തീർത്താൽ മതി എന്ന് പറഞ്ഞിട്ട് അവരുടെ എല്ലാവരും ഈ സാമ്പത്തികം ഇതിനകത്തൊക്കെ ഒരു വിഷയമാണല്ലോ. ചുമ്മാ അത് യുദ്ധം ചെയ്യാൻ നടക്കത്തില്ല. ഈ യുദ്ധത്തിന് ഉപയോഗിക്കുന്ന ഉം. എണ്ണയായാലും ഉപകരണത്തിനായാലും ഒക്കെ വലിയ സാമ്പത്തിക ബാധ്യത വരുത്തി വെക്കുന്നത് തന്നെയാണ് യുദ്ധം. ഇതിപ്പം ഇസ്രായേലിന്റെ അതെ. പ്രശ്നം എന്ന് വെച്ചാൽ ഈ അമേരിക്കയുടെ ഫണ്ടിങ് ആണ് അവരെ കുറച്ചൊക്കെ സാമ്പത്തിക പരാധീനത ഇല്ലാതെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷെ റഷ്യക്കൊന്നും അങ്ങനത്തെ ഫണ്ടിങ് ഇല്ല. പിന്നെ ഇന്ത്യയും ചൈനയും ഒക്കെ അവർക്ക് ചെയ്യുന്ന ചില സഹായങ്ങളാണ് അവരെ ഈ അടിക്കാനായിട്ട്, ഇല്ലെങ്കിൽ അത് വലിയ രീതിയിൽ തന്നെ മുമ്പോട്ട് പോയത്. അപ്പോ ഈ ഒരു അവസ്ഥയാണ്. അപ്പൊ ഈ ഹൂത്തികൾ ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്ന ആ അറ്റാക്ക് അത് നിഷ്പ്രയാസം തീർക്കാനുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ബ്രിട്ടനും അമേരിക്കയും എല്ലാം തന്നെ ഹൂത്തികൾക്ക് അല്ലെ ഹൂത്തി കേന്ദ്രത്തിന് സമീപമൊക്കെ ഇവർക്ക് വ്യോമത്താവളങ്ങളും ഒക്കെ ഉള്ളതാണ്. ഇവരെ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. പിന്നെ അവരെ അങ്ങനെ നിലനിർത്തിക്കൊണ്ട് ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു കച്ചവടത്തിന് വേണ്ടിയിട്ട് ഇവന്മാർ ഉപയോഗിക്കുന്നുണ്ട്. ഡബിൾ ഗെയിം ആണ് അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരെ ഇങ്ങനെ നിർത്തിക്കൊണ്ട് ഉം. പേടിപ്പിക്കുന്നു, മറ്റു ചില മിഡിൽ ഈസ്റ്റ് കൺട്രികളെ പേടിപ്പിക്കുന്നു, ഇത് ഇവന്മാരുണ്ട് എന്ന് പറഞ്ഞിട്ട്. ഉം. എന്നാൽ പിന്നെ ഇവന്മാരുടെ കൺട്രോളിലേക്ക് ഇവന്മാരെ എത്തിക്കാനും പറ്റും, അമേരിക്കയ്ക്കൊക്കെ എപ്പോ വേണമെങ്കിലും ഇവരെ ഒതുക്കാനും പറ്റും. ഉം. ഈ രണ്ട് കാര്യങ്ങളും അതിൽ നിലനിൽക്കുന്നുണ്ട്. പിന്നെ ഈ ഗാസ സ്ട്രിപ്പിന് അത് ഇനി വരാൻ പോകുന്ന ഒരു ഇത് എന്ന് പറഞ്ഞാൽ ഈ വരുന്ന കനാലുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഇനിയിപ്പോ ഹമാസ് ആയാലും ഒപ്പം തന്നെ അതെ. ഈജിപ്റ്റ് കഴിഞ്ഞ് കുറെ നാളായിട്ട് പറയുന്നുണ്ട് ഞങ്ങൾക്കും ഇതിനകത്ത് ഭാഗമാക്കണം, ഈ അതിർത്തിയിൽ, അതായത് ഗാസയുടെ അതിർത്തിയിൽ ഞങ്ങളുടെ കൂടെ പെട്രോളിംഗ് വേണം എന്നൊക്കെ അവർ പറയുന്നതിന്റെ കാര്യം, ഭാവിയിൽ വരാൻ പോകുന്ന ഈ ഒരു കനാല് വന്നു കഴിഞ്ഞാൽ ഇതുവഴി കടന്നു പോകുന്ന കപ്പലിന്റെ ആ ഒരു നികുതി ഇനത്തിൽ ഒരു തുക അവർക്കും കിട്ടും. ഇനി ഹമാസും അങ്ങനെയൊക്കെയുള്ള ആള് ചെറിയൊരു പോയിന്റ് അവർക്കും കിട്ടും. ബാക്കി ഇത് കടന്നു പോകുന്നിടത്തൂടെ എല്ലാം പൈസ വേണമല്ലോ. ഇപ്പൊ അഫ്ഗാന്റെ ബോർഡർ ഉം. വഴിയാണ് ഉം. ഒരു കപ്പൽ പോകുന്നതെങ്കിൽ അഫ്ഗാൻ ആ കപ്പൽസാർ ഉപയോഗിക്കുന്നതിന് കിട്ടുന്ന ഒരു ഇൻകം ഉണ്ട്, ഒരു തുകയുണ്ട്, അല്ലെങ്കിൽ ഒരു ചുങ്കം തുകയുണ്ട്. അതെ. അതൊക്കെ തന്നെയാണ് എല്ലാവരും നോക്കുന്നത് ഇത് വരുന്നത്. കാരണം ഇപ്പൊ ഈജിപ്തിനെ സംബന്ധിച്ച് വലിയ പണമൊന്നും ഇതിൽ മുടക്കാൻ കഴിയില്ല. പിന്നെ അതിപ്പം മുടക്കാൻ കഴിയുന്നത് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾക്കായിരിക്കും. അവർക്കാണ് ഇത് അത്യാവശ്യവും. കാരണം അവരുടെ ട്രേഡിങ് ഇപ്പോൾ നടക്കുന്നത് ഈ ഹൂത്തികളുടെ കേന്ദ്രത്തിന് അടുത്തുകൂടെ തന്നെയാണ്. അത് വളരെ ചെലവേറിയാണ്. അവിടെ ഇവന്മാർ ഇടയ്ക്കിടയ്ക്ക് ഈ ആക്രമണം നടക്കുന്നുണ്ട്, അവന്മാർ ചുറ്റിത്തിരിഞ്ഞാണ് ഇപ്പൊ വരുന്നത്. ഇതൊക്കെയാണ് അവരെ ഉം. ഉം. അപ്പൊ ഇതിന് പണം ആ ഒരു രാജ്യങ്ങൾ മുടക്കുന്നതാണ്. പക്ഷെ ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളൊന്നും പഴയതുപോലെ സമ്പന്നം അല്ല അധികം. പലരും സാമ്പത്തിക പ്രതിസന്ധിയിലൊക്കെ നിൽക്കുന്ന ഒരു കാലഘട്ടം. ഇങ്ങനെയൊക്കെയുള്ള സമയത്താണ് ഇന്ത്യയെ പോലെ രാജ്യത്തെ ഒന്നും പിണക്കിക്കൊണ്ട് പോകാനായിട്ട് ഇവരാരും ആഗ്രഹിക്കുന്നില്ല. ഒരു ചെറിയ ഉദാഹരണം പറയാം. കാനഡയില് അവിടുത്തെ ജസ്റ്റിൻ ട്രൂഡോ അയാൾക്ക് പിടിച്ചു നിൽക്കാനോ എന്തോ ഇന്ത്യക്കെതിരെ വലിയ ആരോപണം ഘടിപ്പിക്കുകയും അമേരിക്കയുടെ ഐ ഫൈവ് എന്ന് പറഞ്ഞ രാജ്യങ്ങളിൽ ഒന്ന് അമേരിക്കയാണ്. അമേരിക്ക, കാനഡ, സ്വിറ്റ്സർലൻഡ് ഇവരെല്ലാം ചേർന്ന് ആ ഐ5 അമേരിക്കയോട് ഇന്ന് കാര്യം പറഞ്ഞു, ഇത് നമുക്ക് ഇന്ത്യയാണ് ഇതിന്റെ പിന്നിൽ എന്ന് പറഞ്ഞിട്ട് മൈൻഡ് ചെയ്തില്ലല്ലോ അമേരിക്ക. ഒരു പേരിനൊരു പ്രസ്താവന നടത്തിയല്ലാതെ ഈ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളൊന്നും ട്രൂഡോയെ പിന്തുണച്ച് വന്നില്ല. അതിൽ നിന്ന് മനസ്സിലാക്കുന്ന കാര്യം ഇന്ത്യ ഒരു ശക്തമായ രാജ്യമാണ്, പിണങ്ങാൻ ആർക്കും താല്പര്യമില്ല. ട്രൂഡോ വേണം പൊക്കോ എന്നാണ് അവരുടെ ഒരു നിലപാട്. ട്രൂഡോക്ക് പോകേണ്ടി വന്നു. ഇത് തന്നെയാണ്. അപ്പൊ ഇന്ത്യയെ പിണക്കി മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. ഇപ്പൊ തന്നെ ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത് ഈ പ്രശ്നങ്ങൾ തീർന്ന ഉടൻ തന്നെ 100 റോഡുകളുടെ പണിയാണ് ഇന്ത്യൻ കമ്പനികൾക്ക് നൽകാൻ പോകുന്നത്. അതിനെക്കുറിച്ച് അന്താരാഷ്ട്ര ഉം. മാധ്യമങ്ങളിൽ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഇസ്രായേൽ പറഞ്ഞത് റേറ്റ് കുറവാണ്, ക്വാളിറ്റി ഉണ്ട്. ബാക്കി രാജ്യങ്ങൾക്ക് റേറ്റ് കുറഞ്ഞ രാജ്യങ്ങളുടെ കോൺട്രാക്റ്റുകൾ നമുക്ക് കിട്ടും, വളരെ റേറ്റ് കുറഞ്ഞത്, പക്ഷെ അതിന് ക്വാളിറ്റി ഉണ്ടാകില്ല. ഇന്ത്യയുടെ സംബന്ധിച്ച് പറഞ്ഞാൽ റേറ്റ് കുറവുമാണ്, ക്വാളിറ്റി ഉണ്ട്, ഗ്യാരണ്ടി ഉണ്ട്. അങ്ങനെയുള്ളവർക്കല്ലേ കൊടുക്കുന്നു. ഉം. അപ്പൊ നമുക്കൊരു വലിയ ബിസിനസ് ഇപ്പൊ ഈ ഗൾഫ് മേലെ കിട്ടും. പിന്നെ ഇതിനകത്ത് ഉള്ള മറ്റൊന്ന്, ഒരുപക്ഷെ ഈ ധനുഷ് നേരത്തെ സൂചിപ്പിച്ച ഈ കനാലിന്റെ കാര്യം നടക്കാൻ സാധ്യതയുണ്ട്. കാരണം ഇപ്പം നടന്നിരിക്കുന്ന ഹമാസുമായിട്ട് വെച്ചിരിക്കുന്ന ഈ ട്രീറ്റി എന്ന് പറയാൻ പറ്റില്ല, വെടിനിർത്തൽ കരാർ, താൽക്കാലിക ഉം. വെടിനിർത്തൽ കരാർ എന്നതിൽ പറയുന്ന ഒരു കാര്യം, ഈ ഗാസയുടെ പുനർനിർമ്മാണത്തിന് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ സഹകരിക്കുമെന്നാണ് പറയുന്നത്. ഈ പുനർനിർമ്മാണം തന്നെ വലിയൊരു കൺസ്ട്രക്ഷൻ ആണ്.
അത് വലിയൊരു കുറെ ബിസിനസ്, കോടികളുടെ ബിസിനസ് 500 കിട്ടുന്ന ഒരു കാര്യമാണ്. 500 ഗാസ ഇനി പുനർനിർമ്മിക്കണമെങ്കിൽ ഞാൻ വായിച്ച ഒരു ആർട്ടിക്കിളിൽ പറയുന്നത് $500 ബില്യൺ വേണമെന്നാണ്. 500 ബില്യൺ. ആ ആ അപ്പൊ അതിന്റെ പേരിൽ ഇവന്മാരിക്ക് പോരും. അമേരിക്കൻ സംഭവങ്ങളൊക്കെ നേരെ ഈ ഗസയിൽ വരും. അപ്പൊ ഗസയിൽ നിന്ന് ഇസ്രായേൽ സേനയുടെ പിന്മാറ്റം ഉണ്ടാകില്ല. അത് അവിടുത്തെ പുനർനിർമ്മാണം എന്ന് പറഞ്ഞ് ഇവിടെ വന്ന് കിടക്കും. ഈ പുനർനിർമ്മിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമയിലൊക്കെ കാണുന്നതൊക്കെ ഇപ്പൊ ഇങ്ങനെ ഒരു കെട്ടിടം ഉയരട്ടെ എന്ന് പറഞ്ഞാൽ കെട്ടിടം ഉയരില്ലല്ലോ, അതിന് ടൈം എടുക്കും. അതെ, അപ്പൊ അങ്ങനെയൊക്കെ കുറെ 100 വർഷം. കാര്യങ്ങളുണ്ട് അതിനകത്തും. അതെ അതെ, 100 വർഷമൊക്കെ എടുക്കും. അപ്പം അതിനകത്തും കുറെ കോൺട്രാക്ടുകൾ ഇന്ത്യൻ കമ്പനികൾക്ക് കിട്ടുമായിരിക്കും. തുറമുഖം അടക്കമുള്ളവയൊക്കെ ചിലപ്പോൾ നമ്മുടെ കമ്പനികൾക്ക് കിട്ടുമായിരിക്കാം. എന്തായാലും നമുക്ക് ഈ യുദ്ധം തീരുന്നിടത്തൊക്കെ പണിക്ക് പോകാൻ ആളെ റെഡിയാക്കി നിർത്തേണ്ട ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പൊ കാര്യങ്ങൾ പോകുന്നത്. പലരും ഇപ്പൊ നമ്മൾ മതി, കാരണം അത് ഒന്ന് ഗ്യാരണ്ടിയാണ്. ഇന്ത്യൻ കമ്പനികളുടെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മുടെ ഗ്യാരണ്ടി വർക്കാണ്. നമുക്കിപ്പോ ഒരുപാട് വർക്കുകൾ കിട്ടുന്നുണ്ട്. അതൊരു പക്ഷേ ഒരു ഗുജറാത്തി പ്രധാനമന്ത്രി ആയിരിക്കുന്നുണ്ടായിരിക്കും അത്തരത്തിലുള്ള ബുദ്ധികൾ മുമ്പോട്ട് പോകുന്നത്. അപ്പം യോഗി അതിനൊരു വലിയ ആദിത്യനാഥ് തന്നെ മെച്ചം ഈയിടയ്ക്ക് കാണുന്നുണ്ട്. അപ്പം പറഞ്ഞല്ലോ, യുപിയിൽ നിന്ന് പോയ ചെറുപ്പക്കാർക്ക്, അതായത് 10,000-കണക്കിന് ചെറുപ്പക്കാർ പോയിട്ടുണ്ട്. മറ്റേ പ്രിയങ്ക ഗാന്ധി പലസ്തീൻ ഭാഗമായിട്ട് വന്നപ്പോ പാർലമെന്റിൽ വന്നപ്പോ യോഗി പറഞ്ഞത്, നിങ്ങൾ പലസ്തീൻ ഭാഗമായിട്ട് വന്ന് പലസ്തീനെ സപ്പോർട്ട് ചെയ്യുന്നു, നമ്മൾ ഇവിടെയുള്ള ചെറുപ്പക്കാരെ ഇസ്രായേലിലോട്ട് കയറ്റി അയച്ചിട്ട് അവർക്ക് താമസം ഫ്രീ, ഭക്ഷണം ഫ്രീ, മാസം 1,50,000 അവിടെ ഇസ്രായേലിൽ മേടിച്ചുകൊണ്ടിരിക്കുന്നതാണ് യോഗി ആദിത്യനാഥ് പറഞ്ഞത്. അല്ല, ഇന്ത്യക്കാർ മതി എന്ന് പറഞ്ഞല്ലോ ഇസ്രായേല് ജോലിക്കായിട്ട്. ഇന്ത്യക്കാർ മതി എന്ന്. കാരണം ഇവരുടെ ഒരു 20% പലസ്തീനികളുണ്ട് ഈ ഇസ്രായേലില്, അറബ്. അതായത് സിറ്റിസൺ ഇസ്രായേൽ ആണെങ്കിൽ പോലും. അപ്പൊ ഇതിനകത്ത് ഈ പലസ്തീൻകാരൊക്കെ ഒരുപാട് കുടിയേറിയിട്ടും ഈ വിഭജിച്ചപ്പോഴൊക്കെ വന്നു പോയിട്ടുള്ള. അപ്പൊ അവരെ ഒന്നും ഇനി വേണ്ടെന്ന് അവർ ഈ ഒക്ടോബർ 7-ന് ശേഷം ഒരു തീരുമാനമെടുത്തു. ഇനി അങ്ങനെയുള്ളവരൊന്നും വേണ്ട, ഇനി ഞങ്ങൾക്ക് ജോലിക്ക് ഇന്ത്യക്കാർ മാത്രം മതി. ഹരിയാന, UP എന്നൊക്കെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ പോയിരിക്കുന്നത്. ഇല്ലേ തന്നെ മുമ്പ് ഇന്ത്യക്കാരുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു 2 വർഷം മുമ്പ് 14,500 മലയാളികൾ എങ്ങാണ്ടുള്ള ഒരു സ്ഥലമാണ് ഈ ഇസ്രായേൽ. അത് കൂടുതലും നഴ്സിംഗ് മേഖലയിലാണ് പോയിരിക്കുന്നത്. ഇത് പക്ഷെ കൺസ്ട്രക്ഷൻ മേഖലയിലാണ്. ഇപ്പൊ 100 റോഡുകളുടെ പണി എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ കമ്പനികൾക്ക് കുറച്ചധികം ജോലികൾ ഉണ്ടാകും, കിട്ടാതിരിക്കില്ല എന്ന് തോന്നുന്നു. അതുപോലെ തന്നെ ഈ ഗസയിലെ പുനർനിർമ്മാണ പ്രക്രിയയിൽ അതിലെല്ലാവർക്കും കണ്ണുണ്ട്. അതിന്റെ സൗദിക്ക് അടക്കം അതിൽ കണ്ണുണ്ട്. കൺസ്ട്രക്ഷൻ മേഖലയിൽ അവരും ഇപ്പം കൺസ്ട്രക്ഷൻ മേഖലയിലോട്ട് കയറി വരുന്നുണ്ടല്ലോ, സൗദിയൊക്കെ. അതെ, എന്തായാലും ട്രംപ് വന്ന ശേഷം വെടിനിർത്തൽ കരാറിന്റെ വക്കിലെത്തി നിൽക്കുകയാണ്. ഇനി അവസാന നിമിഷം ഇതിൽ എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് മാത്രം നമുക്ക് കണ്ടറിയേണ്ടതുള്ളൂ. നേരത്തെയും ദോഹയിൽ വെച്ച്, ഖത്തറിലെ ദോഹയിൽ വെച്ച് വെടിനിർത്തൽ കരാർ വന്നതാണല്ലോ. ആ സമയത്ത് യഹിയ സിൻഹാർ ബങ്കറിനകത്ത് ഇരിക്കുകയായിരുന്നു. ബങ്കറിൽ നിന്ന് പുറത്തിറങ്ങി വരാൻ പറ്റാത്തത് കൊണ്ട് ഹമാസ് പ്രതിനിധികൾ പങ്കെടുത്തില്ല. ഇസ്രായേലിന്റെ ഡീലുകളൊക്കെ അവർ കേട്ടു. ഒരു ഡീലും അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇസ്രായേൽ ആക്രമണം കൂട്ടി. വീണ്ടും ഒരു ചർച്ച നടന്നു. വീണ്ടും പറ്റില്ല എന്ന് പറഞ്ഞു. വീണ്ടും ആക്രമണം കൂട്ടി. ഇനി അടി കൊണ്ട് ചാവാൻ വയ്യാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ ഇനി നല്ല കുട്ടികളായിക്കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പൊ നിലവിൽ വെടിനിർത്തൽ കരാറിന് അവര് റെഡിയായിരിക്കുന്നത്. അതിന്റെ ചർച്ചകളൊക്കെ ഏകദേശം പൂർത്തിയായി. നേരത്തെ ബന്ദികളെ കൊടുക്കാൻ ഇസ്രായേലിന്റെ ഏറ്റവും വലിയ ആവശ്യം അതാണ്. അവരുടെ ബന്ദികളെ തിരിച്ചു കിട്ടുക എന്നുള്ളതാണ് ഇസ്രായേലിന്റെ ആദ്യത്തെ ക്ലോസ്, നമ്പർ 1 ആവശ്യം എന്ന് പറയുന്നത്. ആ ബന്ദികളെ തിരിച്ചു തരണമെന്ന് പറഞ്ഞപ്പോൾ ഒരു ഒഴുക്കൻ മട്ടായിരുന്നു ഹമാസിന്. അത് എവിടെയാണെന്ന് അറിയില്ല, എങ്ങനെയാണെന്ന് അറിയില്ല, ഏത് ദുരന്തത്തിലാണെന്ന് അറിയില്ല, എന്നൊക്കെയുള്ള, ജീവിച്ചിരിപ്പുണ്ടോ എന്നറിയില്ല എന്നൊക്കെയുള്ള വലിയ മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞു. എന്നാൽ ഇപ്പോ ബന്ദികളെ തിരിച്ചു കൊടുക്കുന്നതിന്റെ ഒരു ഘട്ടത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തി എന്ന് കേൾക്കുന്നു. എന്തായാലും ട്രംപ് വരുന്നതിന് മുമ്പ് ഇതിനൊരു അവസാനം ഉണ്ടാകും എന്ന് നമുക്ക് കരുതാം. യുക്രൈൻ റഷ്യ യുദ്ധം നിർത്താനും ട്രംപ് ഒരു സമിതിയെ രൂപീകരിച്ചിട്ടുണ്ട്. കുറെ ഒരു ക്ലോസ് അതിനകത്തും ട്രംപ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്, പ്രത്യേക സമിതി. അതിനകത്തും ഇതുപോലെയുള്ള ഒരുപാട് ക്ലോസുകളുണ്ട്. പക്ഷെ നാറ്റോയ്ക്ക് ആ ക്ലോസുകളൊന്നും സ്വീകാര്യമല്ല എന്ന് കേൾക്കുന്നു. പക്ഷെ റഷ്യ ട്രംപുമായിട്ട് ചെറിയൊരു അടുപ്പം ഉള്ളത് കൊണ്ട് ആദ്യം ഒന്ന് വിമുഖത കാണിച്ചെങ്കിലും പിന്നീട് റഷ്യ മിണ്ടാതിരിക്കുകയാണ്. യുക്രൈൻ എങ്ങനെയെങ്കിലും തീർന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് യുക്രൈനും മിണ്ടാതിരിക്കുകയാണ്. കാരണം യുക്രൈന്റെ 30% സ്ഥലം റഷ്യയുടെ കയ്യിലാണ് ഇരിക്കുന്നത്. ബാക്കി 70% സ്ഥലത്തിൽ 50% സ്ഥലവും അമേരിക്കയുടെ വ്യവസായികളുടെ കയ്യിലാണ് ഇരിക്കുന്നത്. കാരണം യുക്രൈന് ആയുധങ്ങൾ അമേരിക്ക കൊടുത്തിട്ട് യുക്രൈൻ എവിടെ നിന്നാ കാശ്? യുക്രൈന് ഗ്യാസ് വാങ്ങിക്കാൻ പോലും കാശില്ല. റഷ്യയുടെ കയ്യിൽ നിന്ന് ഗ്യാസ് വാങ്ങിക്കാൻ പോലും കാശില്ലാതെ ഇരിക്കുന്നത് യുക്രൈന് ആയുധങ്ങൾ അമേരിക്ക കൊടുക്കുന്നു. പകരം യുക്രൈന്റെ എണ്ണപ്പാടങ്ങളും കൃഷിഭൂമികളും എല്ലാം ഈ വ്യവസായികളുടെ പേരിലോട്ട് എഴുതി കൊടുക്കേണ്ട ഒരു സാഹചര്യമാണ് യുക്രൈനുള്ളത്. അതുകൊണ്ട് ഇവർക്കൊക്കെ എങ്ങനെയെങ്കിലും ഇത് തീർന്നാൽ മതി എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും പ്രശ്നങ്ങൾ ലോകത്ത് നടക്കുമ്പോഴാണ് ചേട്ടാ ഈ പാവം ബംഗ്ലാദേശ് ഇന്ത്യയും തമ്മിൽ അതിർത്തിയിൽ കിടന്നത്. ഇത്രയും പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഇതൊന്നും പോരാഞ്ഞിട്ടാണ് നമ്മളെ ഇട്ട് ബുദ്ധിമുട്ടിക്കാനായിട്ട് ഈ അതിർത്തിയിൽ ഒന്ന് കിടന്ന് പിടിക്കുന്നത്. ഇത് നമ്മളും കൂടെ വെടിപൊട്ടിച്ചാലേ അവന്മാർ അടങ്ങുള്ളൂ എന്നാണ് നമുക്ക് തോന്നുന്നത്. എന്തായാലും വരുന്ന ദിവസങ്ങൾ സംഭവ ബഹുലമായിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. താങ്ക് യു ചേട്ടാ, താങ്ക് യു സോ മച്ച്.